ചെറുപ്പക്കാരെ, വൈഫൈ കക്കുന്ന മനുഷ്യന്മാരുണ്ട്. സുബ്ഹാനല്ലാഹ്, വൈഫൈ കക്കുന്ന മനുഷ്യന്മാരുണ്ട്. ഹറാമല്ല, ഹറാം തന്നെ. എല്ലാ കാലത്തും അരി കക്കലും അടക്ക കക്കലും മാത്രല്ല, ഇപ്പൊ ന്യൂ ജനറേഷൻ കക്കലായതുകൊണ്ട് വൈഫൈ കക്കുന്ന മനുഷ്യന്മാര്. സാധുവായ ഹാജിയാർക്ക് പേരക്കുട്ടി റീചാർജ് ചെയ്ത് കൊടുത്തതാ, ഒരു ദിവസത്തേക്ക് 1.5 GB. ഈ സാധു എന്തേ നോക്കല്ലോ, വാട്സപ്പിൽ ഇങ്ങനെ എപ്പോഴെങ്കിലും ഒക്കെ ആരെയും മരിച്ചു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കലേ ഉള്ളൂ. അപ്പൊ പള്ളിയിൽ പോയി കുത്തിരിക്കുമ്പോ ചെറുപ്പക്കാരൻ വന്നിട്ട്, ആചാര്യ നിങ്ങളെ ഫോൺ ഒന്ന് തരും, ഒരു സംഗതി നോക്കാനാന്നറിയും. ആചാര്യം വിചാരിക്കൂ എന്തോ നോക്കാനായിക്കോ. ഇവൻ എന്താ ചെയ്യല്, ആ ഹോട്ട്സ്പോട്ട് കണ്ട് ഓണാക്കിയിടും. എന്നിട്ട് ആചാര്യ സകല നെറ്റും മറ്റോൻ ഉപയോഗിച്ചു തീർക്കും. അവസാനം വീട്ടില് മഗ്‌രിബിന് വന്ന് വാട്സപ്പ് ഇങ്ങനെ നോക്കുമ്പോ ഇല്ലേ, ചിത്രത്തുമ്പിൽ ഇങ്ങനെ കുത്തി നോക്കുമ്പോ, മോനെ ഇത് ഡൗൺലോഡ് ആകുന്നില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, ഇത് ഡൗൺലോഡ് ആകുന്നില്ല. എന്തേ നെറ്റ് തീർന്നു, ഇതിന് ഡൗൺലോഡ് ആവൂല ഇല്ലേ, ഡൗൺലോഡ് എന്നൊന്നും പറയാനാവൂല. സുബ്ഹാനല്ലാഹ്, അപ്പോഴത്തേക്ക് ഈ ചെറുപ്പക്കാരൻ വൈഫൈ കട്ട് തീർത്തതാണ്. ഞാൻ ഈ അടുത്ത് ഒരു സ്ഥാപനത്തിൽ ചെന്നു, അവിടെ വൈഫൈ ഉണ്ട്. മുത്തഅല്ലിമീങ്ങളൊന്നും ഉപയോഗിക്കാതെക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ അവിടെ പഠിക്കാൻ വരുന്ന പുറത്തുനിന്ന് വരുന്ന കുട്ടികളൊന്നും ഉപയോഗിക്കാതെക്കാൻ വേണ്ടി അതിന് പ്രത്യേകമായ സെക്യൂരിറ്റി കോഡൊക്കെ ഉണ്ട്. അപ്പൊ ഒരു ദിവസം നോക്കുമ്പോൾ ഒരു ചങ്ങായിന്റെ നല്ല ഉഷാറിൽ ഇങ്ങനെ ഉപയോഗിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, മോനെ എവിടുന്നാണ് എനിക്ക് ഈ സെക്യൂരിറ്റി കോഡ് കിട്ടിയത്? ഉസ്താദെ, സെക്യൂരിറ്റി കോഡ് കിട്ടിയതല്ല, പിന്നെയോ സെക്യൂരിറ്റി പൊട്ടിക്കുന്ന ഒരു ആപ്പ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറെ മാസമായി. സുബ്ഹാന ജല്ല ജലാലുഹു. ഇങ്ങനെ ഹറാം ഉപയോഗിച്ചാൽ ഒരു നിലക്ക് യജമാനനായ അല്ലാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടൂല. ഒന്നാമതായി വേണ്ട കാര്യമാണ് അക്ലുൽ ഹലാൽ, ഹലാൽ മാത്രം ഭക്ഷിക്കുക. ഇനിയോ രണ്ടാമതായി ചിന്തിക്കേണ്ട കാര്യമുണ്ട്, സത്യം മാത്രമേ പറയൂ എന്ന് തീരുമാനിക്കണോ. കളവ് പറയുന്ന ആളുകളാണോ അവന് ഇബാദത്തിന് ലദ്ദത്ത് കിട്ടൂല, അവന്റെ ഖൽബ് മരവിച്ചു പോകുന്നതാ. മഹാനായ ഗൗസുൽ ആലം തങ്ങളോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, ബിമനിൽ തഹാദിഹിൽ മൻസില. കുത്തുബുൽ അഖ്താബ്, എല്ലാ അഖ്താബുകളുടെയും കുത്തുബ്, ആ വലിയ ഔലിയാക്കന്മാരുടെ നേതാവെന്ന പദവി അങ്ങേക്ക് എങ്ങനെയാ ലഭിച്ചത്? ആ സമയത്ത് മഹാനവർകൾ പറഞ്ഞ മറുപടി, മാ കദിബതു ഖത്തു, ഇന്നേ വരെ ഞാനെല്ലാം നാവുകൊണ്ട് കളവ് പറഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നുണ്ട്, അയ്യുന്നാസി അഫ്ളലു യാ റസൂലല്ലാഹ്, നബിയേ ഏറ്റവും നല്ല ആളുകൾ ആരാണ്? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, കുല്ലു മഹ്മൂമിൽ ഖൽബി സദൂഖുൽ ലിസാൻ, ഹൃദയം കളങ്കമില്ലാതെ ജീവിക്കുന്ന ആളുകളാണ്. അതുപോലെ രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് സദൂഖുൽ ലിസാൻ, നാവ് കൊണ്ട് കളവ് പറയാത്ത മനുഷ്യൻ